Hello everyone, welcome back to Surya's Travel and Cooking World. ഇന്ന് നമ്മളിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് ചിക്കൻ പിരിപിരയാണ്. അതിനാവശ്യമായ സാധനം 3 പച്ചമുളക്, ഒരു വലിയ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്, പിന്നെ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തത്, ഇതിലേക്ക് ഒരു 150 ഗ്രാം ചിക്കൻ ചെറുതായി എല്ലോടുകൂടി കട്ട് ചെയ്തത്, ആവശ്യത്തിന് തേങ്ങാക്കൊത്തും 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും. നമുക്ക് ആദ്യം കുക്കർ ചൂടാക്കിയെടുക്കാം. കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ചിക്കൻ കറി വെക്കാനാണെങ്കിലും മീൻ കറി വെക്കാനാണെങ്കിലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇത് നന്നായിട്ട് ഉള്ളി ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഉപ്പിട്ട് കാരണം സവാള പെട്ടെന്ന് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ നമ്മുടെ കുരുമുളകിൻ്റെ മഞ്ഞളിൻ്റെയൊക്കെ പച്ചമണം മാറി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇത് അടച്ച് വെച്ച് നമുക്ക് എന്നിട്ട് വേവിക്കണം. അപ്പോൾ മാക്സിമം ഒരു 2 വിസിൽ വരുന്നവരെ നമുക്കിത് വേവിക്കണം. അപ്പം ചിക്കനകത്ത് ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ചിക്കൻ്റെ വെള്ളം തന്നെ ഇറങ്ങി വെന്തോളും. നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. മാക്സിമം 2 വിസിൽ. നമ്മുടെ ചിക്കൻ വെന്ത് വരുമ്പോഴത്തേനും പിരിവരയ്ക്കുള്ള കൂട്ട് നമുക്ക് റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പ് വെച്ച് ചൂടാക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഒരു നല്ല ബ്രൗൺ നിറമാവുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം. തീ എപ്പോഴും കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിൽ തേങ്ങ വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ തേങ്ങ ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പച്ചമണം മാറുന്നവരെ നമ്മുടെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലിയും പിരിയമുളകും കൂടെ മിക്സ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് തീ കുറച്ച് വെച്ച് നന്നായിട്ട് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഓൾറെഡി ചിക്കനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാനൊരു 4 ഗ്രാമ്പൂ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ഏലക്ക, 1 ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടെ ചൂടാക്കി ചതച്ചെടുത്തതാണ്. അപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ വളരെ കുറച്ച് വെച്ച് വേണം ഇതിലേക്ക് ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. അതിനായിട്ട് തീ ഉറച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഞാൻ കുക്കറിൽ മാക്സിമം ഒരു 2 വിസിൽ വരുന്നവരെയാണ് ചിക്കൻ വേവിച്ചെടുത്തത്. ചിക്കൻ അങ്ങ് ഒത്തിരി വെന്ത് പോയിട്ടുമില്ല, എന്നാൽ കറക്റ്റ് വേവുമാണ്. നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ചിക്കനകത്ത് മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ബാക്കിയിരുന്ന കറിവേപ്പിലയും കൂടി ഇതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതൊരു 2 മിനിറ്റ് കൂടെ ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ചിക്കൻ പിരുവിര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അപ്പത്തിൻ്റെയോ ചപ്പാത്തിയോ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ പിരുവിര ഇവിടെ റെഡി ആയിട്ടുണ്ട്.